ഓ ഗൈസ്, ഞാൻ രാവിലെ എണീറ്റുള്ളൂ. എന്ത് ചൊറിച്ചിലുള്ള ഗൈസ്. നമുക്ക് എന്തായാലും ഷിൻചാനെ പോയി കണ്ടേക്കാം. അവൻ തന്നെ രാവിലെ എണീറ്റ് കളിക്കാൻ പോകും. ഒന്നും കളിച്ചില്ല അവൻ. അപ്പം ഗൈസ്, എൻ്റെ ഫോൺ അടിക്കണം. ഡൊമിങ്കോസ് അല്ലേ? എന്താണ് വിളിച്ചേ? എടോ, എനിക്ക് സോൾജർ ആണോടോ? ആവണം. ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, ഞാൻ നോക്കിത്തരും. ഗൈസ്, ഇന്ന് നല്ല കൂൾ അടിച്ചിട്ടുണ്ട്. സോൾജർ ആവുന്ന എന്തായാലും ഞാൻ അവൻ്റെ ഇട്ടിപ്പം ഞാൻ വരാടാ, നീ റെഡി ആയിരിക്കുമോ? ഞാൻ റെഡി ആയിരിക്കും, നീ ഒന്ന് ബോയ്സ്. ഇന്ന് കോളടിച്ച് നമുക്ക് എന്തായാലും ഷിൻചാൻ്റെ അടുത്ത് ഐശ്വര്യമായിട്ട് പോയി പറയാം. ഇന്ന് പൊളിയാണല്ലോ, ഓരോ ദിവസം ഓരോ കാര്യങ്ങളെ. ഇത് ഭാഗ്യം, നിങ്ങൾ കാരണമാണ് ഭാഗ്യം. എടാ ഷിൻചാനെ, നിനക്ക് സോൾജർ ആവുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വണ്ടി വന്ന് കയറിക്കോടാ. അതെ ഫ്രാങ്ക്, എന്താ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സോൾജർ ആവണമെന്ന്. ഇപ്പൊ തന്നെ എനിക്ക് സോൾജർ ആവാൻ പറ്റിയ അത്രയും ഭാഗ്യമല്ലേ. എന്നെ കൂടിയും കൂടെ കൊണ്ടുപോവാ ഫ്രാങ്കിലും സോൾജർ ആവാൻ വേണ്ടി. എന്നാ നീ ഓടിപ്പോയി വണ്ടി കയറി, ഞാൻ എന്താ തന്നെ ഷിൻചാൻ നമ്മളോട് സോൾജർ ആണുണ്ട്. എനിക്കറിയില്ല ഈ ഡൊമിങ്കോസിനെ എങ്ങനെ സോൾജർ ആക്കാമെന്ന്. എനിക്ക് ഇവിടെ ഈ രാജ്യത്ത് അങ്ങനെ സോൾജേഴ്സിൻ്റെ ട്രെയിനിങ് നടത്താനുള്ള കാരണം ഇവിടെ മെയിൻ സിറ്റി ഇതല്ലല്ലോ. അത് കാരണം ഇവിടെ എല്ലാം സോൾജേഴ്സ് ഉണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. അറിയാൻ പാടില്ല അവനെന്താ പറയാൻ പോണേന്ന്. ഷിൻചാനെ, നമ്മൾ ഡൊമിങ്കോസ് ഇടിച്ച് സീനില്ല. അല്ല ഷിൻചാനെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോകണം. അവനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ അല്ലേ എല്ലാം? എന്നാ ഫ്രണ്ട്, നേരെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് വിട്ടോ. അപ്പം ശരിയാണ്, നമുക്ക് പെട്ടെന്ന് പോവാം. ഇന്ന് ഭയങ്കര വെള്ളക്കാണ് വയസ്സ്. ഞാൻ ഗുഡ് ലക്ക് എന്ന് പറയാൻ വന്നപ്പോൾ തന്നെ വെള്ളക്കായി. എന്താണെന്നറിയില്ല ഗൈസ്. ഗൈസ്, നമ്മളൊരാളെ മർഡർ ചെയ്തു ഗൈസ്. എന്താണ്, പോലീസൊന്നും ഇല്ല, പോലീസുകാരൊക്കെ ഉറങ്ങുകയാണെന്ന് തോന്നണം ഗൈസ്. സാധാരണ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോലീസുകാരൻ പെട്ടെന്ന് ഓടി തന്നെ ആൾക്കാരൊക്കെ ഇവരൊക്കെ ഉറങ്ങിപ്പോയെന്ന് തോന്നണം. എന്തായാലും നമ്മുടെ ലക്ഷ്യം ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ എത്തണം. അതിൻ്റെ ഇടയ്ക്ക് ആര് വന്നാലും നമ്മൾ തീർത്ത് കളയും. ഇടിക്കില്ലേ എത്തി ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാം. എടാ ഷിൻചാനെ, നീ ഇവിടെ ഇരുന്നോളൂല്ലേ? ഞാനിവിടെ ഇരുന്നോളാം ഫ്രാങ്ക്, പോയിട്ട് വാ. ശരിയാണ്, ഞാൻ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം. ഗൈസ്, നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോവാം. എവിടെ പോകാനാണോ പറയാൻ പോണത് ദൈവത്തിനറിയാം. എക്സൈറ്റ്മെൻ്റാണ് ഗൈസ്, പറയാനാണ്. സെൻസർ തുറക്ക് സിം തുറക്കാത്ത ഗൈസ്. നമ്മൾ അറ്റത്ത് വന്നു, സോറി. ഞാൻ വെറുതെ ഡൊമിങ്കോസിനെ പറ്റി എന്തൊക്കെയോ ചിന്തിച്ച് കൂട്ടി. എന്തായാലും ഗൈസ്, നമുക്ക് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് പോവാം. ഗൈസ്, എന്താണെന്നറിയില്ല, അവൻ എപ്പോഴും മുകളിലാണ്, അവൻ താഴത്തേക്ക് ഇറങ്ങൂല ഗൈസ്. പെട്ടെന്ന് അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എടാ, എന്താ സംഭവം എന്നറിയാം നിനക്ക്? നമ്മുടെ സയന്റിസ്റ്റ് ബ്രോ ഇല്ലേ, പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞില്ല, മറ്റേ ഫോർമുല ഉണ്ട്, അത് റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് സോൾജർ ഫോർമുല ഇറക്കി പോർട്ടൽ ഓപ്പൺ ചെയ്യാനുള്ള. അപ്പം ഞാൻ പറഞ്ഞല്ലേ, ജുറാസിക് പാർക്ക് അയാളെ സാധനം മേടിച്ചിട്ട് പോയിട്ട് ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് ജമ്പ് ചെയ്താൽ മതി. പിന്നെ ഷിൻചാൻ വന്നില്ല, ആ സീനൊന്നുമില്ല, എത്ര പേർക്ക് വേണേലും പോവാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഡൊമിങ്കോസ് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി കാണും. കാരണം നമ്മുടെ പ്രീവിയസ് വീഡിയോ കണ്ട പോലെ തന്നെ നമ്മളാദ്യം സയൻറ്റിസ്റ്റ് ബ്രോവിൻ്റെ അടുത്ത് പോയിട്ട് പുള്ളിയൊക്കെ ചാടി കാലക്കാരൻ്റെ സീനില്ല. ആ സയൻറ്റിസ്റ്റ് ബ്രോവിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു സാധനം മേടിക്കാം. നമ്മൾ ഈ വട്ടം മൂന്ന് ചെറിയ ഡൈനോസർ അല്ലെങ്കിൽ ഒരു ചെറുതും ഒരു വലിയ ഡൈനോസറിനെയാണ് കൊല്ലേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ബോഡി പാർട്ട്, ഡൊമിങ്കോസ് പറയണ്ടെന്നാണ് പറഞ്ഞത്. ആ ബോഡി പാർട്ട് ഈ സാധനത്തിൻ്റെ കൂടെ ഇടുമ്പോഴൊരു പോർട്ടൽ ഓപ്പൺ ആവും. അതിൽ കൂടെയാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകണം, മനസ്സിലായോ ഗൈസ്? അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. വണ്ടി സ്റ്റാർട്ടാണല്ലോ ഗൈസ്. എനിക്കൊന്ന് ഇടിച്ച കാരണം സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ വന്നു തുടങ്ങി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. എന്തായാലും ഇത്ര നേരം പാരലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം ഗുള്ളൊക്കെ ആയി മാറും ഗൈസ്, പറയാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് പോവാം അങ്ങോട്ട്. ഈ ജുറാസിക് പാർക്കിൻ്റെ വഴി ഏതായിരുന്നു? ഞാൻ മറന്നുപോയില്ല ഗൈസ്. നമ്മളാകെ കഴിഞ്ഞ വട്ടമല്ലേ ഒന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞല്ലോ ഗൈസ്. അത് കാരണമാണ് ഞാൻ പെട്ടെന്ന് ചാടി. സീല ഗൈസ്, നമ്മളിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് അല്ലേ, വെറുതെ ഇങ്ങോട്ടൊന്ന് സമയം കളയാൻ. ഞാനിപ്പോഴും മറന്നു ഈ സയൻറ്റിസ്റ്റ് കുറച്ച്. ഫ്രണ്ടും ഈ സ്ഥലം കൊള്ളാം ഗൈസ്.
എനിക്ക് തോന്നുന്നു ഇവിടെ സീക്രട്ട് കാർസൊക്കെ ഈ ഗ്യാരേജിലുണ്ട്. ഗൈസ് ഞാൻ ആ കുത്തിപ്പൊളിച്ച ആ കാറൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റിൽ എസ് എന്ന് വെറുതെ ഇട്ടാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ ഫ്രാങ്ക്ലിൻ ബൈ എല്ലാം ചെയ്തു തരും. പിന്നെ ഷിൻചാനന്ന് എസ് എന്ന് മൂളിയ ഇതില്ല, നമ്മളെന്തും ചെയ്തു കൊടുക്കും. അപ്പം നമുക്ക് ഈ വഴി നേരെ സയൻറ്റിസ്റ്റിനെ തപ്പാം. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ ഹാർഡസ്റ്റ് ടാസ്ക് എന്ന് ഞാൻ വേണമെങ്കിൽ എഴുതി ഒപ്പിട്ട് തരാം. കാരണം ഇയാൾ എവിടെ പോകണമെന്നില്ലേ ദൈവത്തിന് പോലും അറിയില്ല. ഇയാൾ ചിലപ്പോൾ ബൈക്കിലായിരിക്കും അല്ലെങ്കിൽ നടക്കുമായിരിക്കും. റെയർ നിമിഷം. അയ്യോ സയൻറ്റിസ്റ്റാണോ? അല്ലായിരിക്കില്ലേ? അല്ല സയൻറ്റിസ്റ്റ് അല്ല. ഞാൻ വിചാരിച്ച അയാളെ കൊന്നായിരുന്നെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ സോഴ്സ് എങ്ങനെ നമ്മൾ മേടിക്കും എന്നാണ് ഞാൻ ആലോചിച്ചിരുന്നത്. എന്നാലും ചെയ്യുന്നില്ല. എന്തായാലും അയാളല്ലേ അത്. ഗൈസ് ഇതാണ് നമ്മുടെ മോഹൻലാൽ വാടകയ്ക്കെടുത്ത വീട്. പക്ഷെ മോഹൻലാൽ പോയി ഗൈസ്. ഞാൻ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോയായിരുന്നു. കൊണ്ടാക്കാനല്ല, ഞാൻ ഫോളോ ചെയ്ത് പോയിട്ട് ബൈ പറഞ്ഞാണേ. അതേ സയൻറ്റിസ്റ്റ് ബ്രോ. അയ്യോ ഇവിടുത്തെ ആൾക്കാർ പൊട്ടന്മാരാണ്. കാറ് ഓട്ടയ്ക്ക് അതിൽ കയറി ചത്തിട്ട് പോലീസിനെ ആൾക്കാരെ കൊണ്ട് വിളിക്കും. സയൻറ്റിസ്റ്റ് ബ്രോ ആ സാധനം ഇങ്ങോട്ട് വന്നേക്ക്. നീ അടുത്തേക്ക് വരെ ഞാൻ എങ്ങനെയാണ് സാധനം അടുത്തേക്കോ? ഇന്നാ പിടിച്ചു വന്ന സാധനം പെട്ടെന്ന് നോക്കോ ഇടുന്നു. ഗൈസ് എനിക്കൊന്ന് സയൻസ് നല്ല മൂഡിലല്ലെന്ന്. നമുക്ക് നമ്മുടെ സാധനം കിട്ടിയില്ലേ, അതൊക്കെ നമുക്ക് മതി. ഗൈസ് നമുക്ക് പെട്ടെന്ന് വണ്ടി കയറി വിടാം. എന്താണ് അങ്ങനെ സംസാരിച്ചത്? തട്ടണോ വേണ്ടത്? കമൻറ്റ് കേൾക്ക്. നിങ്ങൾ യെസ് എന്ന് കമൻറ്റ് ചെയ്യാൻ അപ്പം തന്നെ തട്ടിയേക്കാം ഗൈസ്. നിങ്ങളെക്കാൾ വലുതല്ല ഒന്നും. അയ്യോ ഫെറാറിയാണ് ഇടിച്ചെങ്കിൽ ഇപ്പം അയാൾക്ക് കാശ് കൊടുക്കേണ്ട വന്നേനെ. എന്നാലും നെക്സ്റ്റ് നമ്മളെങ്ങോട്ടാണ് പോകേണ്ടത്? നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് ജുറാസിക് പാർക്കിലാണ് ഗൈസ്. പറന്നു പോയി ഗൈസ്. ഷിൻചാനെ കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല ഫ്രണ്ട്, വിട്ടോ. ഈ ഓക്കെ ആണെങ്കിൽ നമുക്ക് പോവാം, അത് ചെയ്യുന്നില്ല. പക്ഷെ എൻ്റെ സ്പീഡ് കൂടിപ്പോയെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോ. അയ്യോ പോയി ഇടിച്ച്. ഷിൻചാൻ നിനക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല ഫ്രണ്ട്, ഇനി ഇങ്ങനെ ഇടിപ്പിക്കായിരിക്കും. പെട്ടെന്ന് ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഈ വണ്ടിന്ന് ഇറങ്ങി പുറത്തെടുക്കും. പെട്ടെന്ന് എടുക്കും വണ്ടി. ധൃതി പിടിക്കാൻ ഷിൻചാൻ. അതേ പറഞ്ഞല്ല വന്ന് ഞാൻ ശ്രമിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ഞാനെങ്ങനെ എടുക്കാനാ? നമ്മൾ പരിശ്രമിച്ചാലേ വിജയം കാണുള്ളൂ. തുറക്കില്ല. ഞാൻ ഇതെന്തായാലും നിങ്ങൾ പറഞ്ഞ കുത്തി തുറന്നെടുക്കും. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്ത് വെറുതെ എസ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ ഗൈസ്. പെട്ടെന്ന് പോവാം. എസ് എന്ന് കമൻറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അച്ഛനോടോ അമ്മയോടോ ആരോടെയും പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അച്ഛനോടോ അമ്മയും പറഞ്ഞിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ YES എന്നാണ് എസിൻ്റെ സ്പെല്ലിങ്. അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. എന്നാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് പോകാം ഗൈസ്. ഇന്നൊരു അത്ഭുതം നടന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇട്ടിരുന്ന ട്രെയിനെല്ലാം പോയി ഗൈസ്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അത്ഭുതം. എന്തായാലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഓപ്പണിങ് കണ്ടുപിടിക്കാം. ഓപ്പണിങ് കഴിഞ്ഞ വട്ടം കാണിച്ച വണ്ടത്തന്നെ ഞാൻ കാണിക്കില്ല ഗൈസ്. നമുക്ക് തോക്കൊന്ന് എടുത്തേക്കാം. അതായിരിക്കും ബുദ്ധി. തോക്കെടുത്ത് കൈ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പിന്നെ സീനില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാം. മെഷീൻ ഗണ്ണ് എടുക്കാം അല്ലേ? നല്ല രസമാണ് അത് വെച്ച് കൊല്ലാൻ. അത് നിങ്ങൾക്കറിയില്ല, രസമാണ്. ഞാൻ മിസൈൽ എടുക്കാമെന്ന് വെച്ചാൽ പിന്നെ മെഷീൻ ഗണ്ണ് അടിച്ച് ചെയ്യാൻ നല്ല രസമാണ്. പെട്ടെന്ന് പോവാം. ഇവിടെ ഡൈനോസറിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഇതൊക്കെ എവിടെ പോയി? എടാ ഈ ഡൈനോസറൊക്കെ നമ്മുടെ ഈ സിറ്റി മാത്രമേ ഉള്ളൂ. അതൊക്കെ ഉൾക്കാട്ടിലാണ് താമസിക്കണേ. അത് കാരണം ഇവിടെയൊന്നും കണ്ടു കിട്ടൂല അതിനൊന്നും. എനിക്കൊരു പുതിയ അറിവ് കിട്ടി. പെട്ടെന്ന് കിട്ടോ, നമുക്ക് ഡൈനോസറിനെ കണ്ടുപിടിക്കണ്ടേ ഈ ഉൾക്കാട്ടിൽ നിന്ന്. ഞാൻ പറഞ്ഞില്ല അപ്പത്ത് നമ്മുടെ പുറകെ ഒരു ഡൈനോസർ വന്ന്. നമുക്ക് ഇല്ലേ മറ്റേ പരിപാടിയാണ്. കുറച്ച് വട്ടം ചുറ്റിച്ചിട്ട് ഇത് പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് വന്നു ഗൈസ്. നമുക്ക് മെഷീൻ ഗണ്ണ് എടുത്തിട്ട് ഇറങ്ങാം ഗൈസ്. കടിക്കില്ല. മേല് വേദന കടിയിട്ടുള്ള പക്ഷെ എൻ്റെ മാന്തിട്ടുള്ള ഗൈസ്. നമുക്ക് കുറച്ച് ദൂരത്തേക്ക്. അയ്യോ ഞാൻ തോക്കെടുത്താൽ വെറുതെ വീണ്ടും എടുത്ത് നേരെ കാണിട്ട് വെട്ടി. അത്രേ ഉള്ളു. നമുക്ക് പെട്ടെന്ന് ആ സാധനം അങ്ങോട്ട് എടുക്കാം. ഞാൻ എടുത്ത് അപ്പോൾ നമ്മൾ ആ സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് കാറിൽ കയറി അടുത്തൊരു വലുതല്ലെങ്കിൽ ഒരു ചെറിയ ഡൈനോസറിനെ കണ്ടുപിടിക്കണം. നമുക്കിനി മുമ്പോട്ട് പോയി നോക്കാം ഗൈസ്. ഇനി എന്താണ് അവസ്ഥയെന്ന്. ചിലപ്പോൾ വലിയ ഡൈനോസറൊക്കെ ഇവിടെ കാണാറുണ്ട് കേട്ടോ. നമ്മളെപ്പോലത്തെ ആരെയും വന്ന് ചിലപ്പോൾ കൊന്നു കളഞ്ഞിട്ട് അവർ പോയി കാണും.
ഇവിടെ നിന്ന് മാറ്റി കാണും, വലുതും ചെറുതിനും 2 സ്ഥലമാക്കി കാണും. അയ്യോ ഇടിച്ചു ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഗൈസ്, അതാണ് പ്രശ്നം. ഇത്രയും നാളായിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് അനങ്ങിയിട്ടില്ല, കാരണം ബാഡ് ലക്കും അനങ്ങിയിട്ടില്ല ഗൈസ്. അതാണ് ബാഡ് ലക്ക് കൂടിയാണ് ഗൈസ് വന്നത്. അതായത് നമുക്ക് പെട്ടെന്ന് ഗൈസ് അതാണ് സൊറാനോസോറസ്, മറ്റേ കണ്ടിട്ട് ടൈറാനോസോറസ്. അപ്പം നമുക്കിതിനെ വെടി വെക്കണം ഗൈസ്. ഇതിനൊരു പ്രത്യേകതയാണ്, ഈ ലോങ് ഷോട്ടിൽ നിന്ന് വെടി വെച്ചാൽ നല്ല രസമാണ് ഗൈസ്. കണ്ടോ, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും. കണ്ടോ, കാലിട്ട് വെടി വെച്ചാൽ തന്നെ അപ്പം വീഴും. സോ ഗൈസ് നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവാം. സോ ഗൈസ് നമുക്ക് കാറിൽ പോകണമായിരിക്കും നല്ലത്. ചിലപ്പോൾ അതിന് വല്ല ജീവനുണ്ടെങ്കിൽ കാറിൽ പോയാൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യാമല്ലോ. പിന്നെ ആ സാധനം ഇട്ടിട്ട് അവിടെ നിന്നാൽ പോരെ. ഡ്രിഫ്റ്റ് ടൈപ്പ് സീല മറിഞ്ഞില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് പോയി ആ സാധനം കിട്ടണം ഗൈസ്. സോ ഗൈസ് ഞാൻ ആ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഓടിയെന്താണെന്ന് വെച്ചാൽ ആ പോർട്ടൽ ഓപ്പൺ ആയെന്നറിയില്ല. ഈ പോർട്ടൽ എവിടെ? ശാനെ എൻ്റെ അടുത്ത് നിന്നോ, പെട്ടെന്ന് ചാടി കയറിക്കോ. ഈ പോർട്ടൽ ആണല്ലോ ഗൈസ്, ഈ പോർട്ടൽ ഒന്നുമില്ലേ? ശാനെ റെഡി 1 2 3 പോർട്ടൽ ഒന്ന് ചാടിക്കോ. സോ ഗൈസ് നമ്മൾ ചാടി അപ്പം തന്നെ ഒരു ഗെയിമിൻ്റെ ഉള്ളിൽ എത്തി. എന്നുവെച്ചാൽ ഞാനൊരു ഫ്രീക്ക് സോൾജറാണ് എന്നറിയില്ല. ഷിൻചാനില്ലൊരു ആനിമലായിപ്പോയി ഗൈസ്. എഴുതി കാണിച്ചത് അതാണ്. അതെ ഗൈസ്, ഞാനൊരു ആനിമലായി പോയി. എഴുതിയേക്കണെന്ന് വെച്ചാൽ എൻ്റെ ഗെയിം ഷിൻചാന് കാണാൻ മാത്രമേ പറ്റുള്ളൂ, അവന് സോൾജറാകാൻ പറ്റില്ലെന്നാണ് ഗൈസ്. എനിക്കിപ്പോ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഫ്രാങ്കിലും എന്നെ കളി കാണാലോ. സോ ഗൈസ് നമുക്കിത് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. പർച്ചേസ് ചെയ്താൽ നമുക്ക് കളി തുടങ്ങാൻ പറ്റുള്ളൂന്നല്ല, ഇതിൽ സെക്കൻഡ് എഴുതി കാണിക്കും. നമുക്ക് ടീം ഗൈസ് പെട്ടെന്ന് കളി തുടങ്ങി കേട്ടോ. ഓറഞ്ച് കാണാനാണ് എൻ്റെ ടീം. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് കളി തുടങ്ങി. ഇതിൽ നിന്ന് ജയിച്ചാലോ പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നണം. 2 തോക്ക് ഞാൻ അങ്ങോട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എനിമി എവിടെ? എനിക്കിന്ന് ആരെങ്കിലും കൊല്ലണം. എൻ്റെ സ്കിൽസ് ഞാൻ കാണിച്ചു. ഗൈസ് നമ്മുടെ എനിമി എവിടെയുണ്ട്? ഞാൻ കൊന്നില്ല ഗൈസ്. അയാൾ കൊന്നാണ്, ഞാൻ വെറുതെ പറഞ്ഞത്. എന്തായാലും അയാൾ ചത്ത്, അത് നല്ലതായി. നമ്മുടെ എനിമി എവിടെയുണ്ടോ? എനിക്ക് ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യാനുണ്ട് എനിമി ഇവിടെ ഉണ്ടോയെന്നറിയില്ല ഗൈസ്. ദൈവന്നടാ എനിമി, അടിയടാ ഗൈസ്. എനിക്കെന്തോ പറ്റി ഗൈസ്. എനിക്കൊന്നും ഞാൻ ഈ ഗെയിമിൽ ചാവാൻ ആണോ എന്ന് സംശയമുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട്, അതിൽ എനിക്ക് വിളിക്കാൻ പറ്റും ഇവരോട് റീവൈവ് ചെയ്യാന്ന് വെച്ചൊരു അങ്ങനത്തെ പരിപാടിയുണ്ട്. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഈ റീവൈവ് ചെയ്യാൻ എന്താ, കാരണം അവർക്ക് നമ്മളറിയില്ലല്ലോ. റീവൈവ് ചെയ്താൽ കൊള്ളാം ഗൈസ്. ഞാൻ എന്തായാലും ചത്താലും കുഴപ്പമില്ല, ഞാൻ അടുത്ത റൗണ്ട് എന്തായാലും ചത്ത് ഗൈസ്. ഞാൻ എന്തായാലും തിരിച്ചു വരും. സോ ഗൈസ് ഞാൻ തിരിച്ചു വന്നു, നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താരാന്ന് ഒന്നും അറിയില്ല ഗൈസ്. ഈ വട്ടം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഈ വട്ടം ഷീൽഡൊക്കെ ഇട്ടിട്ട് ഗൈസ്. എന്തായാലും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മുടെ കാശ് എന്തായാലും കാലിയായിട്ടുണ്ടേ. നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഗൈസ് നമുക്ക് പെട്ടെന്ന് യുദ്ധം തുടങ്ങാം. ഈ കാറിൽ കയറാൻ പറ്റുമോ? കാറിൽ കയറിയാൽ എല്ലാം ഒളിച്ചിരിക്കായിരുന്നു. ഇല്ല ഗൈസ്, നമുക്ക് കാറിലൊന്നും കയറാൻ പറ്റില്ല ഗൈസ്. ഇവിടെ ഒരു എനിമി ഇല്ലേ? ലോറി കയറാൻ പറ്റുമെന്ന് നോക്കാം. കൂട്ടുകാരടിച്ചിട്ട് ജയിപ്പിച്ചോളും. നമുക്കൊരു പോയിന്റ് കിട്ടി, നമ്മൾ കൂട്ടുകാർ ജയിപ്പിച്ചു ഗൈസ്. എന്താണെന്നറിയാം ഗൈസ്, അവിടെ ഒരു എനിമി ഉണ്ട്. ഈ വട്ടം ഞാൻ അതിനെ കൊന്നിരിക്കും ഗൈസ്. ഒറ്റക്കൊല്ലടാ ഗൈസ്, ഞാൻ കൊന്നു ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെന്ന് തോന്നുന്നത് ഞാൻ ഒരുത്തനെ കൊന്നു ഗൈസ്. അവനെ കണ്ട വെടി വെച്ച് ഇവൻ നമ്മുടെ ടീം മെമ്പറാണ്, കാരണം നമ്മളവനെ വെടിവെക്കാൻ പാടില്ലല്ലോ. അതല്ലേ അങ്ങനെ ഒരു മര്യാദയില്ല ഇത്. അപ്പോൾ നമുക്ക് മേപ്പോട്ട് കയറിപ്പോവാൻ ഇവിടെ ഒന്നും ആരുമില്ല. സാധാരണ ഇവിടെയൊക്കെ ആരെയും വരേണ്ടതാണല്ലോ ഗൈസ്. എനിക്ക് പുറകിൽ നിന്ന് അടിയിട്ട് തുടങ്ങി. മിക്കവാറും ഞാൻ തോക്കാൻ ചാൻസ് ഉണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല ഗൈസ്. നമുക്ക് പെട്ടെന്ന് അവിടെ ഇവിടെ കൂടി കളിക്കാം ഗൈസ്. ഇവിടെ ഒരു ദുഷ്ടൻ നിൽക്കുന്നുണ്ട്, അവനെ വെടി വെച്ച് കൊല്ലുക. ഈ വട്ടം നിങ്ങൾ ഗൈസ് ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. നിങ്ങൾ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത കാരണം ഞാൻ ജയിച്ചിരിക്കുന്നു ഗൈസ്. താങ്ക് യു. അടുത്ത റൗണ്ട് ഉണ്ട് ഗൈസ്. ഈ റൗണ്ട് 3 ആയിട്ടുള്ളൂ. ഇതിൽ ഈ വട്ടം എനിക്ക് കുറേ കാര്യം പർച്ചേസ് ചെയ്യാൻ പറ്റി കേട്ടോ. ഹെൽമെറ്റ് ഉണ്ട്, എല്ലാ കാര്യവും ഉണ്ട് എനിക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ കളി തുടങ്ങും. അപ്പം ഈ ഷീൽഡ് മാറും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. ഹലോ ടീം മെമ്പേഴ്സ്. ഇവർ മിണ്ടാനുള്ള ഗൈസ്,
അവർക്ക് എന്തോ വേറെ ലോകത്തെ ആൾക്കാരില്ല, അതാണ് നമ്മളറിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവരുടെ കൂടെ പോവാം. എന്തായാലും എൻ്റെ ടീമിലുള്ളവരല്ലേ, അപ്പം എന്നെ അവർ സൂക്ഷിക്കുമായിരിക്കുമല്ലേ. ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടാവണ്ടാണല്ലോ ഗൈസ്. നിങ്ങളാരെയും കണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ ഗൈസ്. പുറകെ നാട്ടി ഇവനെ നമുക്ക് കൊല്ലണം ഗൈസ്. ഞാൻ ചത്ത് ഗൈസ്. എന്താ പറ്റിയെന്നറിയില്ല. അയ്യോ ഗൈസ്, ഞാൻ ചത്ത് ഗൈസ്. എന്താ പറ്റിയെന്ന് എനിക്കൊരു ഇല്ല. ഞാൻ നേരെ ടെലപ്പോർട്ടായി വീട്ടിൽ വന്ന്, നിങ്ങൾ കണ്ടതല്ലേ, വീട്ടിലേക്കാണ് ടെലപ്പോർട്ടായി വന്നത് ഗൈസ്. എൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്, അപ്പം സീനില്ല. അപ്പം എല്ലാം കൂടി ടെലപ്പോർട്ടായി. ചിൻചാൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ചേനെ, നീ കളി കണ്ടല്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കളിയും ഫ്രാങ്ക്ലിൻ ചേട്ടൻ ഒന്ന് പോയിക്കേ. ഞാൻ ഫ്രാങ്ക്ലിൻ ചേട്ടൻ പൊട്ടക്കളി കളിച്ചിട്ട് ടീം മെമ്പേഴ്സ് രക്ഷിച്ചിട്ട് എന്നോട് പ്രൂവ് ഇല്ല. എന്താ ടീം മെമ്പേഴ്സ് രക്ഷിച്ചത് താൻ പോയി ചത്തിട്ട് നമ്മളെ വീട്ടിലേക്കാണ് ടെലിപ്പോർട്ടായി വന്ന. പൊട്ടക്കളി കളിച്ചിട്ട് നല്ലതല്ലേ എന്നാ. സോ ഗൈസ്, ഷിൻചാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നല്ലൊരു വിഷമമായി. പിന്നെ എനിക്ക് ഇങ്ങനെ എന്താണ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്നുണ്ട്. വെച്ചാൽ നമുക്കാകെ ഇപ്പം 65 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. ഈ നാട്ടിൽ കുറേ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതാണ് നമുക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഷിൻചാൻ പറഞ്ഞു ഇനി വീഡിയോകളിലൊക്കെ നിർത്തിക്കോളാൻ. അതിന് ഗൈസ് ഞാൻ വീഡിയോ ഇനി ഇടുമോയെന്നറിയില്ല ഗൈസ്, ചിലപ്പോൾ ഉണ്ടാവൂലായിരിക്കും ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അല്ലെങ്കിൽ ഞാനിനി കാണൂല ഗൈസ്.